അളിയ, നമ്മൾ വൈകിട്ടൊന്നുമില്ല. നിരഞ്ജനയിലും ജയന്തിയിലും കുറച്ച് സ്വാധീനം അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സർവന്റിനെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യമൊന്നുമല്ല. എന്തായാലും നാളെ നമുക്ക് മൂന്നാറിലേക്ക് പുറപ്പെടണം. നാളെ ഒരു ദിവസം ഒന്നും സംഭവിക്കാതെ കടന്നു പോട്ടെ. എനിക്കൊരു കേസിന്റെ വിധിയുണ്ട്. എനിക്കെങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. നടരാജൻ എൻ്റെ കൂടെ വരണമെന്നില്ല. തനിച്ചു പോയി അളി എന്തു ചെയ്യുന്ന? പിടിച്ചിറക്കി ആ പെണ്ണിനെ വെടിവെച്ചു കൊല്ലും. ഒരു ദിവസം കൂടി അളി ഒന്ന് ക്ഷമിക്കുക. എല്ലാ തയ്യാറെടുപ്പോടെയും വേണം നമ്മളിവിടെ നിന്ന് പോകാൻ. നമ്മൾ മാത്രമല്ല, 2-3 വിശ്വസ്തരും നമ്മുടെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ ഹോട്ടൽ കഴിഞ്ഞോളാം. അളിയം മാത്രം റോസ്ലി ബംഗ്ലാവിലേക്ക് പോയാൽ മതി. അടുത്ത പ്രഭാതത്തിൽ ആലീസ് എന്ന വീട്ടുജോലിക്കാരി റോസ്ലി ബംഗ്ലാവിൽ ഉണ്ടായിരിക്കില്ല. കള്ളപ്പേരിലും വ്യാജവിലാസത്തിലും വന്ന അവളെ തെരഞ്ഞ് ആര് വരാനാ? ഫൈസിക്ക് മാത്രം അറിയാം അവളുടെ തിരോധാനത്തിന് പിന്നിൽ അളിയനുണ്ടെന്ന്. പക്ഷേ വാ തുറക്കാനാവില്ല അവന്. അവനറിയാം പുലിമടയിൽ ചോറും കറിയും വയ്ക്കാൻ വന്നവൾ ജീവനോടെ തിരിച്ചു പോയില്ലെന്ന്. ദൈവമേ, ആരൊക്കെ ഈ വന്നിരിക്കുന്നേ? പീരുമേട് കോടതിയിൽ എനിക്കൊരു കേസുണ്ടായിരുന്നു. അങ്ങനെ വന്നാ ഞങ്ങള്. പിന്നെ പുതിയ വാർത്തകളല്ലേ റോസ്ലി ബംഗ്ലാവിൽ നിന്ന് കേൾക്കുന്നത്. ഇവിടം വരെ വന്നിട്ട് ഇവിടെ കയറാതെ പോകാനും തോന്നിയില്ല. എന്തൊക്കെയുണ്ട് ആലീസ് വിശേഷങ്ങൾ? മോനെവിടെ? മോനുറങ്ങ. പിന്നെ നിരഞ്ജന, ആന്റി പോയോ അതോ നാട്ടിലുണ്ടോ? അവർ മൂന്നാറിലില്ല. അച്ഛൻ വിശദമായി അന്വേഷിച്ചു. മിക്കവാറും എറണാകുളത്ത് കാണും. അവരെ സൂക്ഷിക്കണം. കുറച്ച് കരുതലുണ്ടായിരുന്ന നല്ലതാ. നിരഞ്ജനയും കുഞ്ഞും ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. തൽക്കാലത്തേക്ക് നിരഞ്ജന ഒയ്യാരത്തേക്ക് പോകുന്ന എന്തുകൊണ്ടും നല്ലത്. ആലീസ് അവളുടെ വീട്ടിലും പോട്ടെ. അത് നടക്കുന്ന കാര്യമല്ല ഫൈസി. അവരെ പേടിച്ച് ഒളിച്ചോടാനൊന്നും ഞാൻ തയ്യാറല്ല. പിന്നെ സുധി തിരിച്ചു വരാനും സാധ്യതയുണ്ട്. ഞാൻ മോനെ ഒന്ന് കാണട്ടെ. അവൻ മുറിയിലുണ്ട്. നീ വാ. ഞങ്ങൾ ധൃതി പിടിച്ച് വന്നത് അർച്ചനയെ ഇവിടുന്ന് കൊണ്ടുപോകാനാ. ഇനി അർച്ചന ഇവിടെ നിൽക്കാൻ പാടില്ല. അതിന് മാത്രം എന്താ ഉണ്ടായത് സർ? എന്റെ ഊഹം ശരിയാണെങ്കിൽ ആലീസ് അർച്ചനയാണെന്ന് വിശ്വനാഥ് സാർ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ മൂന്നാറിലുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ റോസ്ലി ബംഗ്ലാവിലുള്ള കാര്യം വിശ്വനാഥൻ സാർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അർച്ചന, പ്രശ്നം ഗുരുതരമാണ്. ഒരു ഫോൺ കോളിലൂടെ പറഞ്ഞാൽ അർച്ചന അത് ഉൾക്കൊള്ളില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ സ്നേഹയെ നേരിട്ട് വന്നത്. എന്നെ വിളിച്ച് വിശ്വനാഥൻ സാറ് സംസാരിച്ചിരുന്നു. അയാളുടെ വാക്കുകൾക്കിടയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കിയെന്നാണ്. സുധി വരാൻ പോകുന്നെന്ന് കേൾക്കുന്നു. ഇനി ഇവിടെ നിന്നിട്ട് അർച്ചന എന്തു നേടാനാ? സാറിനറിയാലോ, നിരഞ്ജന ഒരു കാരണവശാലും വീട്ടിലേക്ക് പോവില്ല. ഈ അവസ്ഥയില് നിരഞ്ജനെയും കുഞ്ഞിനെയും തനിച്ചാക്കി പോവാൻ എനിക്ക് കഴിയില്ല. അർച്ചന വാശി പിടിച്ചു നിന്നാൽ അത് ഗുണത്തേക്കാൾ ദോഷമേ വരുത്തി വയ്ക്കൂ. എന്തിനു വേണ്ടിയാണ് വിശ്വനാഥ് സാർ കാത്തിരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഒരു കാര്യം ഉറപ്പാ, നിരഞ്ജന പോലും അറിയാതെ അർച്ചനയെ വലയിൽ വീഴ്ത്താൻ അയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അർച്ചന എന്ന പേര് പോലും മറന്നേക്കാനാ അയാൾ എന്നോട് പറഞ്ഞത്. ഞങ്ങൾ ഇവിടുന്ന് ഉടനെ പോകും. ടൗണിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അർച്ചന പെട്ടെന്ന് വീട്ടിൽ നിന്നൊരു കോൾ വന്നെന്ന് കള്ളം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങണം. അർച്ചനയെ കൊണ്ടു നിർത്താൻ സുരക്ഷിതമായ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വിശ്വനാഥ് സാറിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്കറിയാം. എത്ര കാലം എനിക്കിങ്ങനെ ഒളിച്ചു നിൽക്കാൻ പറ്റും സർ? ജോലിക്കുള്ള ഓർഡർ വന്നാ എനിക്ക് പുറത്തു വരണ്ടേ? അർച്ചനയെ പുറത്തു കൊണ്ടുവരുമെന്ന് വാക്ക് തന്നതല്ലേ? അതിനല്പം സമയവും സാവകാശവും തരണം. ഇപ്പൊ സാഹചര്യം അതിനനുകൂലമല്ല. അർച്ചന ഇപ്പോൾ നിൽക്കുന്നത് ആൾമാറാട്ടക്കാരിയായി നിരഞ്ജനയുടെ വീട്ടിലാണ്. അത് ഓർമ്മ വേണം. ഇനി ചിന്തിക്കാനൊന്നുമില്ല. ഞങ്ങൾ ഇറങ്ങി അരമണിക്കൂറിനുള്ളിൽ ഞാൻ തന്നെ അർച്ചനയെ വിളിക്കും. ഞാൻ വരില്ല സാറ്, എന്നെ നിർബന്ധിക്കരുത്. ഇപ്പൊ ഞാൻ എൻ്റെ മോന്റെ കൂടെ ഉണ്ടാവണം. ഇതിൻ്റെ ഇടയിൽ ഇവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ജീവിതം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് സാർ കരുതിയാൽ മതി. അർച്ചന, ഇപ്പൊ സാർ എന്നോട് കാണിക്കുന്ന കരുതൽ മാത്രം മതി ഞാനൊരു മണ്ടിയായിരുന്നില്ലെന്ന് സ്വയം മനസ്സിലാക്കാൻ. ഇനി അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട.
ഫൈസി പറയുന്നതിൽ കാര്യമുണ്ട്. ആലീസിനെ കുറച്ചു നാളത്തേക്ക് അവളുടെ വീട്ടിൽ നിർത്തി നീ ഒയ്യാരത്തേക്ക് പോണം. നിന്റെ കുഞ്ഞിനെ എടുത്ത് ഒരാൾക്ക് കൊടുക്കാൻ വരെ ധൈര്യം കാണിച്ചവരാ നിന്റെ ബാമിനി ആന്റി. അവര് വെറുതെ തിരിച്ചു പോവില്ല. ഇവിടെ ആ സ്ത്രീക്ക് ഒരുപാട് ആളുകളുമായി കണക്ഷൻ കാണും. അവര് ഈ വീട്ടിലില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒയ്യാരത്തേക്ക് തിരിച്ചു പോവില്ല. അതിന് നീ എന്നെ നിർബന്ധിക്കുകയും വേണ്ട. നീ ഒയ്യാരത്തുള്ള വിവരം പുറത്താരും അറിയില്ല. സുധി തിരിച്ചു വരുന്നെങ്കിൽ ജയന്തി മാഡം പറയുന്ന പോലെ നിങ്ങൾക്ക് എറണാകുളത്തേക്ക് പോവാം. സുധി അധികം വൈകാതെ തന്നെ തിരിച്ചു വരും. പിന്നെ ഞാനെന്തിനാ വീട്ടിലേക്ക് തിരിച്ചു പോന്നേ? അവിടെ നിൽക്കാനായിരുന്നെങ്കിൽ ഇങ്ങോട്ടുള്ള വരവിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു സെക്യൂരിറ്റി വെക്കുന്ന കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്കെല്ലാത്തിനും ആലീസിന്റെ സഹായമുണ്ട്. അത് മതി എനിക്ക്. ഒരു സെർവന്റിന് നിന്നെ എങ്ങനെ സഹായിക്കാൻ കഴിയുന്ന നീ പറയുന്നത്? അതിനുള്ള മനഃശക്തി ആലീസിനുണ്ട്. നീ ടെൻഷനാവണ്ട. ഇനി എന്തെങ്കിലും നീക്കം ഭാമിനി ആന്റി നടത്തിയാ ഞാൻ അച്ഛനെ വിവരം അറിയിക്കും. വേണ്ടി വന്ന പോലീസ് പ്രൊട്ടക്ഷൻ വരെ അച്ഛൻ ഏർപ്പാടാക്കി തരും. പിന്നെ ഇവിടുത്തെ എസ്ഐയെ വിളിച്ച് SP വിശ്വനാഥന്റെ മരുമകളാന്ന് പറയുകയും ചെയ്യാം. ഇപ്പം നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? വാ, ഫൈസി തനിച്ചിരുന്ന് ബോറടിക്കുന്നുണ്ടാവും. വാ, ഞങ്ങൾക്ക് ഉടനെ മടങ്ങണം. രാത്രി അധികം വൈകും മുമ്പ് വീടെത്തണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഊണ് കഴിഞ്ഞിട്ടേ നിങ്ങളെ ഞാൻ വിടത്തുള്ളൂ. അത് നടക്കില്ല. മറ്റൊരിക്കലാവട്ടെ. ഏതായാലും നീ വാ. എന്തായാലും ഊണ് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇവൾക്ക് 3 മണിക്ക് കോർട്ടിലെത്തണം. നേരെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ. എങ്കിൽ നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വാ. നാളെ രാവിലെ പോവാം. നീ എന്താ പറയുന്നത്? ഇന്നലെ രാത്രി മോളെ പ്രിയയുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയതാ. അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കേസായതുകൊണ്ടാ ഞങ്ങൾ പുറപ്പെട്ടത്. ഫൈസി എന്റെ കൂടെ വരണമെങ്കിൽ അതിന്റെ ഗൗരവം നിനക്ക് ഊഹിച്ചൂടെ? ഞങ്ങൾ ഇറങ്ങുക. ഞാൻ പറഞ്ഞ കാര്യം നിരഞ്ജന ആലോചിക്കുക. ഞങ്ങൾ അത് തന്നെയാ സംസാരിച്ചേ. ആലോചിക്കാനൊന്നുമില്ല. എന്തു വന്നാലും ഞാനും ആലീസും അത് നേരിടും. അല്ലേ ആലീസേ? മാഡം പറഞ്ഞതാ ശരി. ഒരാളെ പേടിച്ച് എവിടെ പോയി ഒളിക്കാനാ? നമ്മൾ ഒളിക്കാൻ ശ്രമിച്ചാൽ ശത്രു അവിടെയും വരും. കേട്ടില്ലേ? എന്നേക്കാൾ ധൈര്യം ആലീസിനുണ്ട്. ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. നിങ്ങൾ മോളെയും കൂടി ഒരു ദിവസം വാ ഫൈസി. എന്നിട്ട് 2-3 ദിവസം ഇവിടെ നിൽക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഔട്ടിങ്ങിനും പോവാം. ആ, എല്ലാം ദൈവം തീരുമാനിക്കട്ടെ. സ്നേഹ, വാ ഇറങ്ങാം. പോട്ടെടി. വരും മുമ്പേ തിടുക്കം കാണിച്ചാ ഞാൻ പിന്നെ എന്തു പറയാനാ? നിങ്ങളെ കാണുമ്പോഴാ മനസ്സൊന്നും തണുക്കുന്നത്. ഓരോ പ്രശ്നങ്ങളിൽ വന്ന് പെട്ടുപോയില്ലേ? അതിന്ന് തലയൂരാനുള്ള പാച്ചിലല്ലേ ജീവിതം. ശരി, നിന്ന സമയം കളയുന്നില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ ആലീസേ? ആലിസ് ശ്രദ്ധിച്ചോ? രണ്ടാൾക്കും എന്തോ വിഷമമുള്ള പോലെ. അങ്ങനെയൊന്നുമില്ല മാഡം. കോടതിയിൽ പോകേണ്ടതുകൊണ്ടല്ലേ അവർ തിടുക്കം കാണിച്ചത്. അതൊന്നുമല്ല. ഭാമിനി ആന്റി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി അവർക്ക്. എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ കാണിക്കുന്ന വേറെ ആരുമില്ല. ഫൈസി ഇരിക്ക്. ആ. ഫൈസിയല്ലേ ആ സെർവന്റിനെ റോസ്ലി ബംഗ്ലാവിൽ കൊണ്ടുവിട്ടത്? അതെ, ഒരു സെർവന്റിനെ വേണമെന്ന് നിരഞ്ജന എൻ്റെ വൈഫിനെ വിളിച്ച് ആവശ്യപ്പെട്ടായിരുന്നു. അവൾ ആരാ ഏതാന്നൊക്കെ തനിക്ക് വല്ല നിശ്ചയമുണ്ടോ? താൻ കട്ടപ്പനയിലിരുന്നപ്പോഴുള്ള പരിചയം വെച്ചിട്ടല്ലേ അവളെ വിളിച്ചുവിട്ടത്? അതെ. എന്താ അവളുടെ ശരിക്കുള്ള പേരെന്തെങ്കിലും തനിക്കറിയോ? ആലീസ്. എടോ, അവൾക്ക് പല പേരാ. സുജ, അർച്ചന, ഇനിയും പല പേരുകളും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തന്നെ ഒന്ന് വിളിക്കണമെന്ന് കരുതിയിരുന്നതാ. താൻ വലിയൊരു കുഴിയിലാ ചെന്ന് ചാടിയിരിക്കുന്നത്. എന്താ സുഗത? അവള് കട്ടപ്പനക്കാരിയൊന്നുമല്ല. സ്ഥലം കൊല്ലം ജില്ലയിലെ റോസ്മലയാ. കുറച്ചു ദിവസം മുമ്പ് SP വിശ്വനാഥൻ സാർ എന്നെ വിളിച്ച് അർച്ചന എന്നൊരു പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ ഈ മൂന്നാർ മുഴുവൻ തപ്പി. അവൾ റോസ്ലി ബംഗ്ലാവിലുണ്ടായിരുന്നു. ഒടുവിൽ ബാങ്ക് വെച്ച പിടിവീണത്. SP എന്തിനാ അവളെ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത്? അതെന്തിനാണെന്ന് എനിക്കെപ്പോഴും അറിയില്ല. അവളെ കണ്ടെത്തുക മാത്രമേ SP-ക്ക് ഉദ്ദേശമുള്ളൂ. അവൾ റോസ്ലി ബംഗ്ലാവിലുണ്ടെന്ന് അറിഞ്ഞ പിന്നെ SP എന്നെ വിളിച്ചിട്ടില്ല. അവളുടെ പേര് കേസൊന്നുമില്ല. പക്ഷേ
തന്നെ SP മിക്കവാറും വിളിപ്പിക്കും. താനാ അവളെ കൊണ്ട് വിട്ടതെന്ന് വിശ്വാൻ സാർ അറിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, താൻ ഈ വിവരം അവളെ അറിയിക്കരുത്. നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് പറഞ്ഞു പോയതാ ഞാൻ. പെണ്ണ് അവിടെ നിന്ന് ചാടിപ്പോയാ വിശ്വനാഥ് സാർ തന്നെ വെറുതെ വിടില്ല. അല്ല ഫൈസി, വിശ്വനാഥ് സാറും ആ പെണ്ണും തമ്മിലുള്ള കണക്ഷൻ എന്താ? എനിക്കറിയില്ല. ഇനി തനിക്കറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്താ ഫൈസി? റോസ്ലി ബംഗ്ലാവിൽ താമസിക്കുന്ന നിരഞ്ജന വിശ്വനാഥ് സാറിന്റെ മകന്റെ ഭാര്യ. ആ വിവരം വിശ്വനാഥ് സാറോ നിരഞ്ജനോ എന്നോട് പറഞ്ഞിട്ടില്ല. ജസ്റ്റിസ് ഉണ്ണിത്താന്റെ മകളെന്ന് എനിക്കറിയൂ. ഹസ്ബൻഡ് വിദേശത്താണെന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതായിട്ട് താൻ ഭാവിക്കണ്ട. വിശ്വനാഥ് സാറ് വീട്ടുവേലയ്ക്ക് നിൽക്കുന്ന പെണ്ണിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചതാ. അതിൽ കൂടുതൽ ഒന്നുമില്ല. വീട്ടുജോലിക്ക് നിൽക്കുന്ന പെണ്ണിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ടീ ഫാക്ടറികൾ മുഴുവൻ അന്വേഷിക്കാൻ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ അവളെ പറഞ്ഞു വിട്ടത് അവളുടെ അപ്പച്ചൻ ഇട്ടൂപ്പുമായിട്ടുള്ള പരിചയം വെച്ചാ. അയാൾ അയച്ചത് സ്വന്തം മകളെ അല്ലെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കാം. പക്ഷേ ആ പെണ്ണുമായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ല. ഫൈസി, നടന്നിരിക്കുന്നത് എന്തായാലും ആൾമാറാട്ടമാ. വിശ്വനാഥ് സാറിന് തലവേദന ഉണ്ടാക്കുന്ന പെണ്ണാ അവള്. അവൾ മൂന്നാറിലുണ്ടെന്ന വിവരം സാറിന്റെ കാതിലെത്തി. അവൾ കയറിപ്പറ്റിയത് സ്വന്തം വീട്ടിലാണെന്ന് അദ്ദേഹം ഒടുവിലറിഞ്ഞു. ആ പെണ്ണിന്റെ കാര്യം കട്ടപ്പുകയാ. ഞാനോ താനോ അറിയാതെ അങ്ങേരത് കൈകാര്യം ചെയ്യും. വായടച്ച് കണ്ണും പൂട്ടിയിരിക്കാനേ നമുക്ക് കഴിയൂ. പിന്നെ ഫൈസ് സൂക്ഷിക്കുന്നത് നല്ലതാ. വരാൻ പോകുന്നത് 8ന്റെ പണിയാ. അതിനു മുമ്പ് ചെന്ന് അങ്ങയുടെ കാല് വീഴ്. ഓക്കെ, ഞാൻ ചെന്ന് കാണാം. ശരി. ഓക്കെ. സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? ആലീസ് അർച്ചനയാണെന്ന് വിശ്വനാഥ് സാർ അറിഞ്ഞു കഴിഞ്ഞു. അർച്ചനയെ അന്വേഷിക്കാൻ വിശ്വനാഥ് സാർ ഏർപ്പാടാക്കിയത് ഇവിടുത്തെ SI സുഗതനെയാണ്. അയാളുടെ സ്ഥലം തിരുവനന്തപുരത്ത് കാട്ടാക്കട. സ്റ്റേഷനിൽ ചെന്നപ്പോഴാളെ മനസ്സിലാവുന്നത്. വിശ്വനാഥ് സാറിന്റെ അടുത്ത ആളാ സുഗതൻ. എങ്ങനെ അയാൾ അർച്ചനെ കണ്ടെത്തിയത്? അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചറിഞ്ഞിട്ട് എന്ത് കാര്യമാ ഉള്ളത്? മാത്രമല്ല സുഗതൻ അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. എന്തിനു വേണ്ടിയാ വിശ്വനാഥ് സാർ ഇനിയും കാത്തിരിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മനസ്സിൽ അർച്ചനയോട് ദയ തോന്നിയിട്ടുണ്ടാവും. കുഞ്ഞിന്റെ കാര്യത്തിൽ അർച്ചന കാണിക്കുന്ന താല്പര്യം നിരഞ്ജന പറഞ്ഞ് അയാളും അറിഞ്ഞിട്ടുണ്ട്. അത്തരം സെന്റിമെന്റ്സ് ഒന്നും ആ മനുഷ്യനില്ല. ഒരു ജോലിക്കാരി പോയാൽ പകരം മറ്റൊന്ന്, അത്രയേ അയാൾ ചിന്തിക്കൂ. അർച്ചനെ കണ്ടെത്തിയ വിവരം ഫൈസിയോട് പറയാതിരുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? വലിയ എന്തോ നീക്കത്തിനാണ് അയാൾ കാത്തിരിക്കുന്നതെന്നല്ലേ? അർച്ചനയുടെ ജീവൻ എടുക്കുന്നതിനേക്കാൾ കവിഞ്ഞ് അയാൾക്ക് വേറെ ഒന്നുമില്ല. അതിന് എടുത്തുചാട്ടമല്ല വേണ്ടതെന്ന് വിശ്വനാഥ് സാറിന് നന്നായിട്ട് അറിയാം. അർച്ചന നിൽക്കുന്നത് നിരഞ്ജനയ്ക്കൊപ്പം. നിരഞ്ജനയ്ക്ക് അർച്ചന ഇപ്പോൾ പ്രിയപ്പെട്ടവളും. അപ്പോ റോസ്ലി ബംഗ്ലാവിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. തിരക്ക് പിടിച്ച് ഒന്നിനും അയാൾ മുതിരാത്തത് അതൊക്കെ കൊണ്ടാ. കൂടെ നടരാജൻ വക്കീലും ഉണ്ടാവും. എന്തൊക്കെയോ വലിയ പ്ലാനിങ് നടക്കുന്നുണ്ട്. സുധിയുടെ അമ്മയ്ക്കും അവന്റെ ഭാര്യയ്ക്കും ഒരു സംശയവും തോന്നാതെ അയാൾ അർച്ചനയെ വലയിൽ കുരുക്കും. അർച്ചനയെപ്പറ്റി ഒരക്ഷരം പോലും അയാൾ എന്നോട് ചോദിക്കാനും പോകുന്നില്ല. ഇനിയെങ്കിലും നമ്മൾ പറയുന്നത് അർച്ചന ഒന്ന് കേട്ടാ മതിയായിരുന്നു. റിങ് ചെയ്യുന്നതല്ലാതെ അവള് ഫോൺ എടുക്കുന്നില്ല. ഒന്നുകൂടി നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇനി അത് വേണ്ട ഫൈസി. കുറച്ചു ദിവസം മാറി നിൽക്കാൻ പറഞ്ഞിട്ട് പോലും അവൾ കേൾക്കാൻ തയ്യാറായില്ല. അപ്പോ ജീവിച്ച് മതിയായി കാണും. അതുകൊണ്ടല്ലേ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. അവൾക്ക് ആത്മവിശ്വാസമുണ്ട് ഫൈസി. നമ്മൾ ഇതുവരെ കാണാത്തൊരു ഉൾക്കരുത്ത് അർച്ചനയ്ക്കുണ്ട്. ചക്കരേ വാവേ എന്തിടാ ആലീസെ, ഒരു കോളുണ്ട്. ഫൈസിയാ. മോനെ ഇങ്ങോട്ടാ.
അനിയത്തി ആലീസിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെയാ ഫൈസയെ വിളിച്ചേ. എടുക്ക്. ആ. ആ അമ്മയുടെ വാവേ. ആലീസ് ഒന്ന് പുറത്തിറങ്ങി നിൽക്കുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങി സർ. പിന്നെ ആ SI ആണ് അർച്ചനയെ തിരിച്ചറിഞ്ഞത്. ആലീസ് അർച്ചനയാണെന്ന് വിശ്വനാഥ് സാർ മനസ്സിലാക്കി. അയാൾ മനസ്സിലാക്കട്ടെ. അർച്ചനെ, എന്നെ അയാൾ എന്ത് ചെയ്യുന്ന സാർ പേടിക്കുന്നത്? ഞാനത് പറയണോ? സർവ്വ ഒരുക്കങ്ങളുമായി അയാൾ വരട്ടെ. നേരിടാൻ ഞാനും തയ്യാറാ. എന്റെ കുഞ്ഞിനെയും കൊണ്ടേ ഞാനിവിടുന്ന് പോവും. ഞാൻ പറയുന്നത് അർച്ചനെ ഒന്ന് കേൾക്ക്. ഞാൻ വിളിച്ചത് അർച്ചനയുടെ അനിയത്തി പറഞ്ഞിട്ടാണെന്നും അപ്പച്ചന് അസുഖം കൂടുതലാണെന്നും പറ. ഇപ്പൊ ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ പറയുന്ന എന്റെ രോഗിയായ അപ്പച്ചനും അനിയത്തിയും സാങ്കല്പിക കഥാപാത്രങ്ങൾ മാത്രമാണ്. അർച്ചന എന്നോട് പറഞ്ഞ വാക്ക് മറക്കരുത്. നിന്നെ ആരും തിരിച്ചറിയാൻ ഇടയാക്കില്ലെന്ന് നീ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ കാരണമല്ലല്ലോ സർ മറ്റുള്ളവരെന്നെ തിരിച്ചറിയുന്നത്. അവരെന്നെ തേടി നടന്നിട്ടല്ലേ. സുധിയുടെ മുന്നിലേക്ക് ഞാൻ പോവില്ല. ആ വാക്ക് ഞാൻ പാലിക്കും. എന്റെ ജീവനെ പേടിച്ചിട്ടാ സാറും മാഡവും മടങ്ങിപ്പോവാതെ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ പൊയ്ക്കോ. ഇവിടെ ഞാൻ തനിച്ചല്ല സർ. കൂട്ടിന് എന്റെ മോനുണ്ട്. ഞാൻ വെക്കട്ടെ സർ. അർച്ചന, അവള് വരില്ല. ഇനി ആലോചിച്ചിട്ട് ഒരു വഴി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. വിശ്വനാഥ് സാറിന്റെ അടുത്ത് നേരിട്ട് ചെന്ന് കാര്യങ്ങൾ തുറന്നു പറയുക. എന്താ ആലീസ വിശേഷം? അപ്പച്ചൻ ഹോസ്പിറ്റലിൽ തന്നെയാ. ഈശ്വര. ചെറിയൊരു പെയിൻ വന്നതാ. ഒബ്സർവേഷൻ പാടില്ല. എന്നാ ആലീസ് ചെല്ല്. അഴകേശനോട് ഒരു വണ്ടി ഏർപ്പാടാക്കാൻ ഞാൻ പറയാം. ഇപ്പൊ അതൊന്നും വേണ്ട മാഡം. അഡ്മിറ്റ് ആവാതെ ഞാനിപ്പോ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമൊന്നുമില്ല. ആനി മാത്രമല്ലേ ഉള്ളൂ അവിടെ? അല്ല, വല്യപ്പച്ചനും മക്കളൊക്കെ ഉണ്ട്. എന്നോടിപ്പോ ചെല്ലണ്ടെന്നാ ആനി പറഞ്ഞത്. ഇപ്പോ പെയിൻ കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞു. വല്യപ്പച്ചനും സംസാരിച്ചു. അഡ്മിറ്റ് ആവണമെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇവിടുന്ന് അവിടെ എത്താൻ 4-5 മണിക്കൂറെങ്കിലും വേണ്ടേ? ഇനി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. അപ്പച്ചന് സുഖപ്പെടും. കർത്താവ് കൈവിടില്ല. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ പോയാ മാഡവും മോനും തനിച്ചാവില്ലേ? ആലീസെ, ഞാൻ പോകുന്നില്ല. എല്ലാം ദൈവത്തിനറിയാം. ആലീസെ, മുട്ടിപ്പായ പ്രാർത്ഥിച്ച കർത്താവ് അത് കേൾക്കും. ആപത്തുകൾ ഒഴിഞ്ഞു പോവും. അതിന് മാത്രം തെറ്റുകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് പോവാം. ഓപ്പറേഷൻ വേണമെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് അതും ചെയ്യാം. എന്തിനും ആലീസിന്റെ കൂടെ ഞാനുണ്ടാവും. അതൊന്നും വേണ്ടിവരില്ല മാഡം. വൈകിട്ട് അപ്പച്ചൻ തിരിച്ചു പോവും. ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പരീക്ഷണങ്ങളൊന്നും പറഞ്ഞാൽ മാഡം വിശ്വസിക്കില്ല. ഒരു പെണ്ണിനെ സഹിക്കാനാവാത്ത വഴികളിലൂടെയാ ഞാൻ കടന്നുപോയത്. അതിനോളം വരില്ല ഇത്. ഈ പ്രതിസന്ധിയും ഞാൻ തരണം ചെയ്യും. അതിനുള്ള മനോധൈര്യം എനിക്കുണ്ട്. ആലീസ് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ അതെല്ലാം ഞാൻ മാഡത്തോട് പറയാം. ഇപ്പോ അപ്പച്ചന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആലീസ് മനമുരുകി പ്രാർത്ഥിക്കാം. നിങ്ങളെപ്പോഴാ പുറപ്പെടുന്നത്? ആ ശരി, നമുക്ക് അവിടെ വെച്ച് കാണാം. ആ, വെളുപ്പിനൊരു യാത്രയുണ്ട്. എങ്ങോട്ടാ? മൂന്നാറിലേക്കാ. വിശ്വേട്ടൻ ഇത് എത്രാമത്തെ തവണയായി മൂന്നാറിലേക്ക്? ഞാൻ വെറുതെ പോകുന്നതാണോ? ഒഫീഷ്യൽ മീറ്റിംഗ് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അത് വിളിച്ചു കൂട്ടുന്നവരോട് ചോദിക്കാം. റോസ്ലി ബംഗ്ലാവിലേക്ക് പോയിട്ടല്ലേ വരൂ? ഇത്തവണ അത് നടക്കില്ല.
2 ദിവസത്തെ പ്രോഗ്രാമാണ്. മറ്റന്നാൾ തന്നെ എനിക്ക് തിരിച്ചു വരണം. ചീഫ് മിനിസ്റ്റർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. എന്നാ ഗസ്റ്റ് ഹൗസിൽ തങ്ങാതെ വിശ്വേട്ടൻ അങ്ങോട്ട് ചെല്ല്. നടക്കില്ല ജയന്തി. നീ കരുതുമ്പോൾ ഒരു മീറ്റിംഗ് അല്ലേ അത്. വിശ്വേട്ടൻ മൂന്നാറിൽ ചെന്നിട്ട് അവിടെ കയറിയില്ലെന്നറിഞ്ഞാ നിരഞ്ജനയ്ക്ക് വിഷമാവും. ഒരു കുഞ്ഞുമായിട്ട് കഴിയല്ലേ അവള്. നീ വിളിച്ചറിയിക്കാതെ അവൾ അറിയില്ലല്ലോ. നീ പറയായിരുന്നാ മതി. അടുത്ത ആഴ്ച നമുക്ക് ഒന്നിച്ചു പോവാം. ഞാൻ പറയാനൊന്നും പോകുന്നില്ല. സമയം കിട്ടിയ വിശ്വേട്ട് അവിടെ ഒന്ന് കയറണം. അതെന്റെ ഒരു റിക്വസ്റ്റാ. ആ പിന്നെ ഫൈസി സ്നേഹം കൂടെ ഇന്ന് അവിടെ ചെന്നിരുന്നു. എന്തിന്? പീരുമേട് കോർട്ടിൽ സ്നേഹിക്കുന്ന എന്തോ ഒരു കേസുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കയറിയതാണത്രേ. എന്നിട്ട് അവർ തിരിച്ചു പോയോ? ആ പെട്ടെന്ന് തന്നെ അവര് പോയി.